ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 35-ാമത്തെ ശ്ലോകം നോക്കാം. സ ഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോംശ ഭാഗേന സാമ്പ്രതം പതിരാശിഷാം. സ ഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച. സഹ ഭവാൻ, സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ എന്നുള്ള അർത്ഥം. ഭവാൻ ഭഗവാനെ അവിടുന്ന് സർവലോകസ്യ എല്ലാ ലോകങ്ങളുടെയും ഭവായ ഈ സംഭവത്തിനായിക്കൊണ്ട്, എല്ലാ ലോകങ്ങളുടെയും സൃഷ്ടിക്കായിക്കൊണ്ട്, വിഭവായ ച, അപ്പോൾ സൃഷ്ടിക്കുക മാത്രമല്ല വിഭവായ ച മുക്തിക്കായിക്കൊണ്ടും, അപ്പോൾ അത് ഉണ്ടാകുന്നതും അതിന് ഇവിടെ നിന്നും മുക്തി കൊടുത്ത് വിടുന്നതും ഭഗവാനെ അവതീർണോഷ്മഭാഗേന സാമ്പ്രതം പതിരാശിഷാം. അവതീർണോംശഭാഗേന, അവതീർണ അംശഭാഗേന, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അവതീർണോംശഭാഗേന. അവതീർണ എന്ന് പറഞ്ഞാൽ അവതരിച്ചിരിക്കുന്നു. ഇങ്ങനെ അംശഭാഗേന ഇവിടെ പറയാണ്. അംശഭാഗേന ഭഗവാൻ എങ്ങനെ അവതരിച്ചത്? സർവ അംശങ്ങളുടെയും പരിപൂർണ സ്വരൂപത്തോടു കൂടിയാണ് അവിടുന്ന് അവതരിച്ചിരിക്കുന്നത്. സാമ്പ്രതം പതിരാശിഷാം. സാമ്പ്രതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, പതിരാശിഷാം, പതിഹി ആശിഷാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പതിരാശിഷാം. പതിഹി എന്ന് പറഞ്ഞാൽ സ്വാമിയായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും നാഥനായിരിക്കുന്ന, ആശിഷാം അനുഗ്രഹങ്ങളുടെ. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാവരുടെയും നാഥനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഈ സകല ലോകത്തിൻ്റെയും ഉത്ഭവത്തിനായിക്കൊണ്ടും അതിൻ്റെ മുക്തിക്കായിക്കൊണ്ടും പരിപൂർണ സ്വരൂപത്തോടുകൂടി ഇപ്പോൾ ഇവിടെ അവതരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ലക്ഷ്യം പറയാണ്, ഇതൊക്കെ ഉണ്ടാക്കിയതും ഭഗവാനാണ് അല്ലേ. കംസനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആ കംസനെ സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെയാണ്. എത്രയോ രാക്ഷസന്മാരെ, എത്രയോ അസുരന്മാരെ ഭഗവാൻ ഇല്ലാതെയാക്കിയിരിക്കുന്നു. ഇതൊക്കെ സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ്. അതും അവിടുത്തെ നിശ്ചയം. അവയൊക്കെ അതാതിൻ്റെ സമയമെത്തുമ്പോൾ ഇല്ലാതെയാക്കേണ്ടതും മുക്തി നൽകേണ്ടതും ഭഗവാന്റെ തന്നെ ഒരു ഇച്ഛയാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അതാത് സമയമാകുമ്പോൾ എത്തുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, അങ്ങനെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഭഗവാനെ അവിടുന്ന് എല്ലാ അംശങ്ങളുടെയും പരിപൂർണതയോടുകൂടി, പരിപൂർണ സ്വരൂപത്തോടുകൂടി, അല്ലെങ്കിൽ പൂർണ്ണ അവതാരമായിട്ടല്ലയോ ഭഗവാനെ അവിടുന്ന് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നുവല്ലോ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ ഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവതീർണോംശഭാഗേന, അവിടെ ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ പതിരാശിഷാം, ആശിഷാമാണ് അകാരം, ശ്രദ്ധിക്കുക. ഇനി അടുത്ത 36-ാമത്തെ ശ്ലോകമാണ്. നമഃ പരമകല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. ഇനിയും വീണ്ടും നമസ്കാരമാണ്. ഭഗവാന്റെ മഹത്വം ഇടയ്ക്കിടയ്ക്ക് പാടുമ്പോഴും ആ സ്തുതികളിലൊക്കെ അത് നിറഞ്ഞു നിൽക്കുമ്പോഴും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ അങ്ങനെ നമസ്കരിച്ചു പോവുകയാണ്. നോക്കൂ, ആ നാരദ മഹർഷി ഒരിക്കൽ നേരെ മുൻപിൽ വന്നിട്ടും കാണാതെയിരുന്ന, അന്ധത ബാധിച്ചിരുന്ന ആ കുബേരപുത്രന്മാർക്ക് ഭഗവാനെ കൺമുൻപിൽ കണ്ടപ്പോൾ നമസ്കരിച്ചിട്ടും മതിയാവുന്നില്ല. ഇവിടെ പറയാം, നമഃ പരമകല്യാണ, നമിക്കുന്നു അങ്ങയെ, പരമകല്യാണ, ശ്രേഷ്ഠമായിട്ടുള്ള മംഗളത്തെ കൊടുക്കുന്നവനായിട്ടുള്ള ഭഗവാനെ, ഭഗവാൻ ഉത്കൃഷ്ടമായിട്ടുള്ള ആനന്ദസ്വരൂപമാണ് അങ്ങനെയുള്ള അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം. പരമമംഗള,
എല്ലാവർക്കും, ശ്രേഷ്ഠന്മാരായിട്ടുള്ള എല്ലാ ദേവന്മാർക്കും അങ്ങ് മംഗളത്തെ കൊടുക്കുന്നു. ദേവന്മാർക്ക് മാത്രമല്ല സർവചരാചരങ്ങൾക്കും മംഗളത്തെ നൽകുന്നു ഭഗവാനെ. വാസുദേവായ ശാന്തായ, വാസുദേവായ വസുദേവപുത്രനായിരിക്കുന്ന ശാന്തായ, ശാന്തനുമായിരിക്കുന്ന, ശാന്ത സ്വഭാവമായ ശാന്തനാണ് ഭഗവാൻ. എന്തെല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടോ അപ്പോഴൊക്കെയും ഒരു പുഞ്ചിരി തൂകിക്കൊണ്ട്, ഭഗവാൻ പ്രകോപിതനായ അവസരങ്ങൾ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ പ്രകോപിതനായിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ ഭക്തൻ്റെ വാക്കുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് കാണാം. നമുക്ക് മഹാഭാരത യുദ്ധഭൂമിയിൽ ഭീഷ്മർക്ക് നേരെ രഥത്തിൻ്റെ ചക്രവും ഊരിക്കൊണ്ട് പാഞ്ഞെടുക്കുന്ന കൃഷ്ണനെ നമുക്ക് കാണാം. ഭഗവാൻ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഭഗവാനെ കൊണ്ട് ആയുധമെടുപ്പിക്കുമെന്ന തൻ്റെ ഭക്തനായ ഭീഷ്മരുടെ വാക്കിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല, താൻ കൊടുത്തിട്ടുള്ള വാക്ക്, താൻ ആയുധമെടുക്കില്ല എന്നുള്ള തൻ്റെ വാക്ക്. പക്ഷേ തൻ്റെ വാക്ക് തെറ്റിയാലും തൻ്റെ ഭക്തൻ്റെ വാക്ക് തെറ്റിക്കൂടാ എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. അവിടെ ഭഗവാൻ ആയുധമെടുത്തുകൊണ്ട് ചാടി ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഭീഷ്മപിതാമഹന് നന്നായി അറിയാം ഇത് ഭഗവാൻ തന്നെയാണെന്ന്. അവസാനം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന അവസാനം ആ ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഭഗവാൻ കാണാൻ വരുന്നു. ഒന്നും പറയേണ്ടി വന്നില്ല, ഒരു സഹസ്രനാമം അങ്ങോട്ട് ചൊല്ലിയിട്ട് ഭഗവാനുള്ള അർച്ചനയായി അതങ്ങോട്ട് സമർപ്പിച്ചു. കാരണം നന്നേ മനസ്സിലായിരിക്കുന്നു ഇതാരാണ് എന്ന്. ഈ സത്യത്തെ അറിഞ്ഞിരിക്കുന്നു ഭീഷ്മപിതാമഹന്. ഭീഷ്മപിതാമഹൻ ഒട്ടും ശങ്ക തോന്നിയില്ല. ഭീഷ്മപിതാമഹന് നന്നായി അറിയാമായിരുന്നു ഭഗവാൻ ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ വാക്കിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന്. അവിടെയും ഭീഷ്മപിതാമഹൻ പറയുന്നുണ്ട്, ഭഗവാനെ, ഇത്രയും യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു, എന്തെല്ലാം രംഗങ്ങൾ ഞാൻ നേരിട്ടു, ആ യുദ്ധഭൂമിയിൽ എന്തെല്ലാം കണ്ടു, പക്ഷെ ഒന്നും ഇപ്പോൾ എൻ്റെ ചിത്തത്തിലില്ല. എൻ്റെ ചിത്തത്തിൽ ഒരൊറ്റ രൂപമേ ഉള്ളൂ. ആ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി രഥചക്രവും എടുത്തുകൊണ്ട് അങ്ങ് എൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന ആ രംഗം, ഉത്തരീയം ഒരു വശത്തേക്ക് അങ്ങനെ പാറിപ്പറക്കുന്നു. ഭഗവാൻ അതിവേഗത്തിൽ വരികയാണ് ഭീഷ്മരുടെ നേരെ. മുഖമാകെ വിയർപ്പ് പൊടികൾ. പിന്നെയോ ആ യുദ്ധഭൂമി ആയതുകൊണ്ട് തന്നെ ആ രണാങ്കണത്തിലെ പൊടിയും ഭഗവാന്റെ മുഖത്തും ദേഹത്തുമാകെയുണ്ട്. ആ മുഖത്തെ വിയർപ്പ് കണങ്ങളിൽ ആ രണാങ്കണത്തിലെ പൊടികൾ തിളങ്ങുന്നു. ഭഗവാനെ, അങ്ങയുടെ ആ വരവുണ്ടല്ലോ, അതെൻ്റെ കണ്ണിൽ നിന്നും മായുന്നില്ല ഭഗവാനെ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അവിടെ ഭഗവാൻ ആയുധമെടുത്തത് തൻ്റെ ഭക്തനായ ഭീഷ്മപിതാമഹൻ പറഞ്ഞ ആ വാക്കുകൾ സത്യമായി തന്നെ നിലനിൽക്കണമെന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ നരസിംഹാവതാരത്തിലും ഇത് തന്നെ നമുക്ക് കാണാം. ഭഗവാൻ ആ ഭക്തപ്രഹ്ലാദൻ്റെ വാക്കുകൾ, തൂണിലുമുണ്ട് ഭഗവാൻ എന്ന് പറയുമ്പോൾ, ഈ തൂണിലുണ്ടോ നിൻ്റെ ദൈവമുണ്ട് എന്ന് അച്ഛനോട് ഉറപ്പിച്ചു പറയുന്ന ഭക്തപ്രഹ്ലാദൻ്റെ വാക്കുകളെ സത്യമാക്കുന്നതിന് ഇതാണ് തൻ്റെ അവസരം. തൻ്റെ ഭക്തനെ രക്ഷിക്കുന്നതിന് ഭക്തൻ്റെ വാക്കുകൾ സത്യമാക്കി മാറ്റണം എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അവിടെ നിന്നും ഒരു ഉഗ്രമൂർത്തി സ്വരൂപിയായിട്ട് വരുന്നുണ്ട്. ഈ രണ്ട് വേളകളിലും നമുക്ക് കാണാം ഭഗവാൻ ഒരു കോപഭാവം ഭഗവാന്റെ മുഖത്ത് നമുക്ക് കാണാം. പക്ഷെ ബാക്കി ജീവിതത്തിലെ ഏത് ഘട്ടത്തിൽ നോക്കിയാലും ശ്രീകൃഷ്ണാവതാരത്തിൽ പ്രത്യേകിച്ചും ഭഗവാൻ എപ്പോഴും ശാന്തനായിരുന്നു. അതിന് ആകെ ഈ ഭീഷ്മപിതാമഹൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോഴാണ് ഭഗവാൻ ഒരു കോപഭാവം മുഖത്ത് കൊണ്ടുവരുന്നത്. ശിശുപാലനെ വധിക്കുമ്പോഴും ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ്. ശിശുപാലൻ 100 തവണ അരുതാത്ത വാക്കുകൾ പറയുമ്പോഴും ഭഗവാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്. വധിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണ് ആ ചക്രത്തെ വിട്ടത്. മറ്റൊരു അവസരം നമ്മൾ നോക്കിയാൽ, നമ്മൾ സന്താനഗോപാലം കഥ പറയുന്നിടത്ത് അർജുനൻ്റെ വാക്കുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അർജുനൻ ആ ബ്രാഹ്മണന് കൊടുത്ത വാക്കുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അഗ്നികുണ്ഡത്തിലേക്ക് ചാടാൻ ഒരുങ്ങി നിന്ന അർജുനനെയും കൊണ്ട് നേരെ വൈകുണ്ഠലോകത്തിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ബ്രാഹ്മണൻ്റെ സന്തതികളെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നതും. പക്ഷെ അവിടെയും ഭഗവാന്റെ മുഖത്തു നിന്നും ആ പുഞ്ചിരി മാഞ്ഞിട്ടില്ല. അപ്പോൾ പൊതുവെ ശാന്തനായിട്ടുള്ള, ജീവിതത്തിൽ എന്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തനായിരുന്നിരുന്ന ഭഗവാൻ, അങ്ങനെ ശാന്തനായ ഭഗവാനെ അവിടുന്ന് യദൂനാം പതയേ നമഃ, യദൂനാം,
യദുക്കളുടെ പതയെ, പതിയായിരിക്കുന്ന നാഥനായിരിക്കുന്ന ഭഗവാനെ അവിടത്തേക്ക് ആയിക്കൊണ്ട് നമഃ, എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു ഭഗവാനെ. നോക്കൂ, ഇതിപ്പോൾ എത്ര തവണ നമസ്കരിച്ചു എന്നറിയില്ല. പക്ഷേ ഓരോ തവണ നമസ്കരിക്കുമ്പോഴും ആ യമളാർജുനന്മാരുടെ വായിൽ നിന്നും വരുന്നത് ഭഗവാന്റെ ആ പരമമായ തത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ശോഭിച്ചു നിൽക്കുന്ന ആ സത്യത്തെയാണ് ഓരോ വാക്ക് പുഷ്പങ്ങളായി ഭഗവാന് അർച്ചിച്ചുകൊണ്ടിരിക്കുന്നത്. നമഃ പരമകല്യാണ, നമഃ പരമമംഗള. ഭഗവാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ എല്ലാവർക്കും മംഗളമുണ്ടാവൂ, കല്യാണമുണ്ടാവൂ, ക്ഷേമമുണ്ടാവൂ, ഐശ്വര്യമുണ്ടാവൂ, നല്ലത് വരികയുള്ളൂ. എല്ലാവർക്കും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ ശ്രമിക്കുന്നതും. മാർഗം വ്യത്യസ്തമാണെന്ന് മാത്രം. ഇവിടെ ഇവരുടെ ആ ഒരു കർമ്മം മോശമായിരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി സ്വീകരിച്ച മാർഗവും ഒരു ശാപത്തിൻ്റെ വഴിയായി എന്നേയുള്ളൂ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ കർമ്മത്തെയും നമ്മുടെ വാസനകളെയും നമ്മുടെ ഗുണങ്ങളെയും അനുസരിച്ചാണ് എന്ന് മാത്രം ആ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുന്നത്. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നമഃ പരമകല്യാണ, നമഃ പരമമംഗള, വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. ഇനി നമുക്ക് 37ാമത്തെ ശ്ലോകം നോക്കാം. അനുജാനീഹി നൗ ഭൂമം സ്തവാനുചരകിങ്കരൗ, ദർശനം നൗ ഭഗവത ഋഷേരാസീദനുഗ്രഹാത്. അനുജാനീഹി നൗ, അനുജാനീഹി, അങ്ങ് അനുജ്ഞ ചെയ്തയച്ചാലും അനുവാദം തന്നു വിട്ടാലും ഞങ്ങളെ, നൗ, നൗ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ, ഭൂമം സ്തവാനുചര കിങ്കരൗ, ഭൂമൻ, ഭൂമൻ, തവ അനുചര കിങ്കരൗ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭൂമം സ്തവാനുചര കിങ്കരൗ. ഭൂമൻ എന്ന് പറഞ്ഞാൽ അല്ലയോ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹം ചെയ്ത് അനുവാദം തന്ന് ഞങ്ങളെ അയച്ചാലും, തവ അനുചര കിങ്കരൗ, തവ അങ്ങയുടെ അനുചര കിങ്കരൗ, അനുചരന്മാരുടെയും കിങ്കരന്മാരായി, അങ്ങയുടെ ദാസൻ്റെ ദാസന്മാരായിരിക്കാൻ. ദർശനം നൗ ഭഗവത, അപ്പോൾ അങ്ങയുടെ ദാസന്മാരുടെ ഭക്തരുടെയും ദാസരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചങ്ങ് അയച്ചാലും. ദർശനം നൗ ഭഗവത, ദർശനം, ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച, നൗ ഞങ്ങൾക്ക്, ഭഗവത, ഭഗവത എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഈ ദർശനം തന്നെ ഞങ്ങൾക്ക് ഋഷേരാസീദനുഗ്രഹാത്, ഋഷേഹേ ആസീത് അനുഗ്രഹാത്. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഋഷേരാസീദനുഗ്രഹാത്. ഋഷേഹെ, ആ ഋഷിയുടെ, നാരദ മഹർഷിയുടെ, ആസീത്, ആസീത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി, എന്താ, അനുഗ്രഹാത്, അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങയുടെ ഈ ദർശനം പോലും ഉണ്ടായത്. അതുകൊണ്ട് ഭഗവാനെ, ആ നാരദ മഹർഷി ഞങ്ങൾക്ക് എന്താ അനുഗ്രഹം തന്നത്? അങ്ങയുടെ ഈ ദർശനമായിരുന്നു. നാരദ മഹർഷി ശാപം തന്നു എന്നല്ല പറഞ്ഞത്, നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങയുടെ ഈ ദർശനം കിട്ടിയത്. നോക്കൂ, ഭാവത്തിൽ എത്ര മാറ്റം വന്നു എന്ന്. അന്ന് നാരദ മഹർഷി ശപിച്ചു എന്നാണ് അവർക്ക് തോന്നിയതെങ്കിൽ, ശപിച്ച വൃക്ഷങ്ങളാക്കിയെന്ന് തോന്നിയ അവർക്ക് ഇന്ന് പറയുകയാണ്, നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം ലഭിച്ചത്. ഭഗവാനെ, അവിടുത്തെ ഭക്തരുടെ ഭക്തരായിരിക്കാൻ, ഭക്തരുടെയും സേവകരായിരിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന് അവിടുന്ന് ഞങ്ങളെ പറഞ്ഞയച്ചാലും. എത്രമാത്രം ഭഗവാനെ അവിടുത്തോട് ആ ഒരു വിധേയത്വം, അല്ല അവിടുന്ന് തന്നെയാണ് നാഥന,
അവിടുന്ന് തന്നെയാണ് എല്ലാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വാക്കുകളാണിത്. അതിനു വേണ്ടിയിട്ടായിരുന്നു അതിനീചമായ കർമ്മം അവരെ കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിച്ചത്. കാരണം ഏറ്റവും താഴ്ചയിലേക്ക് പതിക്കുന്നിടത്ത് നിന്നും ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഉയർച്ചയ്ക്കൊരു പ്രത്യേക സുഖമുണ്ടാവും. ഇവിടെ ഭഗവാൻ ആ നാരദ മഹർഷിയുടെ ശാപം ഏറ്റുവാങ്ങുന്ന വിധത്തിലേക്ക് അവരെ അധപ്പതിപ്പിച്ചുവെങ്കിലും അതിനെ ഒരു അനുഗ്രഹമായി കാണാനുള്ള മാനസികമായ വളർച്ച, ആത്മീയമായ ഉയർച്ച അവരിൽ ഭഗവാൻ അനുഗ്രഹരൂപേണ ചൊരിയുകയായിരുന്നു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അനുജാനീഹി നൗ ഭൂമം സ്തവാനുചര കിങ്കരൗ ദർശനം നൗ ഭഗവത ഋഷേരാസീദനുഗ്രഹാത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭൂമം സ്തവ അനുചര കിങ്കരൗ. ഭൂമം സ്തവ അനുചര ആണ്, അതുകൊണ്ട് സ്തവ അനുചര കിങ്കരൗ, അത് ശ്രദ്ധിക്കുക. അതുപോലെ ഋഷേരാസീദനുഗ്രഹാത്. രായ്ക്ക് ഋഷേഹെ ആസീതാണ്, രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ ആസീദനുഗ്രഹാത്, ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 38-ാമത്തെ ശ്ലോകമാണ്. 38-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.